ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ യവനിക താഴാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഇത്തവണ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും നാളിതുവരെ നടത്താത്ത അടുക്കും ചിട്ടയോടും കൂടിയുള്ള പ്രചണ്ഡമായ വ്യാപകമായ പ്രചരണ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല LDFും UDFും നടത്തിയതിനേക്കാൾ കൂടുതൽ ഗൃഹസമ്പർക്ക ജനസമ്പർക്ക പരിപാടികൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ പ്രചണ്ഡമായിട്ടുള്ള വ്യാപകമായിട്ടുള്ള ജനസമ്പർക്ക പ്രചരണ പ്രവർത്തനത്തിലൂടെ കേരളത്തിൻ്റെ ജനമനസ്സിൽ സ്ഥാനം പിടിക്കാൻ NDAക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി അദൃശ്യവും അതിശക്തവുമായ അടിയൊഴുക്കുകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അട്ടിമറി വിജയം നേടാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ദേശീയ തലത്തിൽ 400 സീറ്റുകളുമായി നരേന്ദ്രമോദി മൂന്നാമതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുമ്പോൾ ലോക്സഭയിൽ അദ്ദേഹത്തിന് അനുകൂലമായി കൈപൊക്കാനും കൈകോർക്കാനും കേരളത്തിൽ നിന്നും NDAയുടെ ജനപ്രതിനിധികൾ ലോക്സഭയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഞങ്ങൾ വോട്ടർമാരുടെ മുന്നിൽ അവതരിപ്പിച്ചത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ അത്ഭുതകരമായ ഐതിഹാസികമായ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളുമാണ്. കേരളത്തിലെ വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ്. ഏതാണ്ട് 1,51,00,000 ജനങ്ങൾക്കാണ് പ്രധാനമന്ത്രി അന്ന കല്യാൺ യോജനയിലൂടെ പ്രതിമാസം റേഷൻ ഷാപ്പിലൂടെ സൗജന്യമായി 5 കിലോഗ്രാം അരി നൽകുന്നത്. കഴിഞ്ഞ 40 മാസമായിട്ട് ഒരാൾക്ക് 200 കിലോഗ്രാം അരി, 2 ടൺ അരി നരേന്ദ്രമോദി സർക്കാർ നൽകിയിട്ടുണ്ട്, സൗജന്യമായി നൽകിയിട്ടുണ്ട്. ഒരു വീട്ടിൽ 4 പേരാണെങ്കിൽ 40 മാസത്തിനുള്ളിൽ 8 ടൺ അരിയാണ് ഒരു വീട്ടിൽ പ്രധാനമന്ത്രി കല്യാൺ അന്ന യോജനയിലൂടെ നൽകിയിട്ടുള്ളത്. ഏതാണ്ട് മുദ്രാ വായ്പയിലൂടെ 50 ലക്ഷം ആളുകൾക്കാണ് തൊഴിൽ സംരംഭകത്വത്തിന് പണം നൽകിയത്. ഏതാണ്ട് 36,200 കോടി രൂപയാണ് 50 ലക്ഷം ആളുകൾക്ക് കേരളത്തിൽ മുദ്രാ വായ്പയായിട്ട് നരേന്ദ്രമോദി സർക്കാർ നൽകിയത്. 32 ലക്ഷം കർഷകർക്കാണ് പ്രതിവർഷം 6,000 രൂപ നൽകിയത്. കേരളത്തിലെ 4 ലക്ഷം പാവപ്പെട്ടവർക്ക് സൗജന്യമായി പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. 72 ലക്ഷം പാവപ്പെട്ടവർക്ക് സൗജന്യമായി വൈദ്യ ചികിത്സ നൽകുന്ന ആയുഷ്മാൻ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധി ക്ഷേമ പദ്ധതികൾ കേന്ദ്ര സർക്കാർ രാജ്യത്തെല്ലായിടത്തും എന്നതുപോലെ കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, കേരളത്തിലെ വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 70 വർഷക്കാലം കേരളത്തെ ഭരിച്ച് നമ്മുടെ സംസ്ഥാനത്തെ സർവനാശത്തിലേക്ക് എത്തിച്ച
LDFിനോടും UDFിനോടും അവർക്ക് അതിശക്തമായ അമർഷമുണ്ട്. മാത്രമല്ല, അവർ നടത്തിയ തീവട്ടിക്കൊള്ളകളും ജനവിരുദ്ധ നിലപാടുകളും ജനവിരുദ്ധ നയങ്ങളും മലയാളികൾ ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വികസനത്തിലും ജനക്ഷേമത്തിലും അധിഷ്ഠിതമായിട്ടുള്ള മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ നെഞ്ചേറ്റാൻ തയ്യാറാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരെ സൂചിപ്പിച്ചത്, ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ അട്ടിമറി വിജയമാണ് നേടാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല, ദേശീയ ജനാധിപത്യ സഖ്യം വികസനം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ കേരളത്തിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയിട്ടുള്ള 68,000 കോടി ചെലവഴിച്ചിട്ടുള്ള ഹൈവേ നിർമ്മാണം, 3,000 കോടി ചെലവഴിച്ചിട്ടുള്ള റെയിൽവേ വികസനം, ഇങ്ങനെ വികസനത്തിൻ്റെ അജണ്ടയാണ് ഞങ്ങൾ വോട്ടർമാരുടെ മുന്നിൽ അവതരിപ്പിച്ചത്. എന്നാൽ BJP വിരുദ്ധ, മോഡി വിരുദ്ധ മുന്നണിയായിട്ടുള്ള IND സഖ്യത്തിലെ ഘടകകക്ഷികളായിട്ടുള്ള കോൺഗ്രസും CPM-ഉം, അല്ലെങ്കിൽ CPM-ഉം കോൺഗ്രസും LDFും UDFും അവർക്ക് വികസനത്തെക്കുറിച്ച് പറയാനില്ല, അവർക്ക് ജനക്ഷേമത്തെക്കുറിച്ച് പറയാനില്ല. ജനങ്ങൾ സാധാരണക്കാരോട് അവരുടെ അജണ്ടകളെ സംബന്ധിച്ച് അജണ്ടകൾ അവതരിപ്പിച്ചുകൊണ്ട് വോട്ട് നേടാൻ സാധിക്കുന്നില്ല, വോട്ട് ചോദിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് വിഷയദാരിദ്ര്യമുള്ള LDFും UDFും, അവനാഴി ശൂന്യമായ LDFും UDFും വികസനത്തിന് പകരം വിദ്വേഷത്തിൻ്റെ, വിഭജനത്തിൻ്റെ, വിഭാഗീയതയുടെ രാഷ്ട്രീയമാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനവും ജനക്ഷേമ പദ്ധതികളും അവതരിപ്പിക്കുന്ന സമയത്ത് ഇവർ ഇവിടെ പൗരത്വ നിയമ ഭേദഗതി പോലുള്ള, CAA പോലുള്ള സമൂഹത്തിൽ മതപരമായ വിഭാഗീയ സൃഷ്ടിക്കുന്ന വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ് ഇവർ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. വർഗീയ മതവികാരം ആളിക്കത്തിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള LDF നേതാക്കന്മാരും VD സതീശനെ പോലെയുള്ള MM ഹസനെ പോലെയുള്ള UDF നേതാക്കന്മാരും പ്രചരണം നടത്തുന്നത്. ഒരുപക്ഷെ ഈ പൗരത്വ നിയമ ഭേദഗതിയുമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനൊരു ബന്ധവുമില്ല. ഇവർ പറയുന്നത് മുസ്ലിങ്ങളെ അവർ പൗരത്വം റദ്ദാക്കി പാകിസ്ഥാനിലേക്ക് അയക്കാൻ വേണ്ടി പോകുന്നു, മുസ്ലിങ്ങൾ അരക്ഷിതരാണ്. ഈ തരത്തിലുള്ള മുസ്ലിം സമൂഹത്തിനുള്ളിൽ ഭയാശങ്കകൾ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയമാണ് LDFും UDFും മത്സരിച്ച് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനപ്പുറത്ത് LDFും UDFും മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പരാജയം ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ സാധാരണക്കാരുടെ വോട്ട്, അധ്വാനിക്കുന്നവരുടെ വോട്ട്, അത്താഴ പട്ടിണിക്കാരുടെ വോട്ട് ഇത്തവണ മോദിക്ക് അനുകൂലമായിട്ട് NDAക്ക് അനുകൂലമായി ഉണ്ടാകും എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ രാജ്യദ്രോഹ ശക്തികളെ, തീവ്രവാദ ശക്തികളുമായിട്ട്, ഭീകര സംഘടനകളുമായിട്ട് രാഷ്ട്രീയ സഖ്യമുണ്ടാക്കാനാണ് ശ്രമിച്ചത്. ഒരു ഭാഗത്ത് UDF നിരോധിക്കപ്പെട്ട PFIയുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള SDPയുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയപ്പോൾ, അതേപോലെ തന്നെ മറ്റൊരു തീവ്രവാദ സംഘടനയായ PDPയുമായി മാർക്സിസ്റ്റ് പാർട്ടിയും രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയിരിക്കുന്നു. ഈ വോട്ടിന് വേണ്ടിയിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ ഏത് രാജ്യദ്രോഹ നിലപാടും സ്വീകരിക്കാൻ തങ്ങൾക്ക് പ്രയാസമില്ലെന്ന് LDFും UDFും ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇവരുടെ ഈ വിഭജനത്തിൻ്റെ, വിഭാഗീയതയുടെ, തീവ്രവാദ സംഘടനകളുമായി ഉണ്ടാക്കിയ രാഷ്ട്രീയ സഖ്യവും ഈ വിഭജനത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയവും കേരളത്തിൽ ദൂരവ്യാപകമായ ഭവിഷ്യത്തുകളാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ, മലയാളികൾ ഇത് മനസ്സിലാക്കുമെന്നും അവർ വികസനത്തിന് വേണ്ടിയിട്ട്, ജനക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരു പുതിയ രാഷ്ട്രീയം സ്വീകരിക്കാൻ മോദിയുടെ ഗ്യാരണ്ടിയെ നെഞ്ചേറ്റാൻ തയ്യാറാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ പ്രത്യാശ. ഒരർത്ഥത്തിൽ ഞങ്ങൾ സംശയിച്ചു പോവുകയാണ്. ഇപ്പോൾ ഇന്ന്
CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാവും പ്രതിപക്ഷത്തിൻ്റെ അമരക്കാരനുമായിട്ടുള്ള സതീശൻ്റെ പത്രസമ്മേളനം ഞാൻ ശ്രവിക്കുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൽ പോലും വർഗീയ അജണ്ടകളാണ് അവർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ സംശയിച്ചു പോവുകയാണ്. ഇപ്പോൾ SDP-യും PDP-യും ഒക്കെ ഒരു മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. നമ്മുടെ എല്ലാ തീവ്രവാദ സംഘടനകളും ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് അവർ പ്രചരണം നടത്തുന്നതും പ്രവർത്തിക്കുന്നതും. പക്ഷെ കേരളത്തിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനാണോ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ശ്രമിക്കുന്നത്? കാരണം SDP-യെ പോലെ PFI പോലുള്ള സംഘടനകൾ അവർ ഉയർത്തിയ മുദ്രാവാക്യം എല്ലാവർക്കും അറിയാം. അരിയും മലരും കരുതിക്കോ, കുന്തിരിക്ക കരുതിക്കോ. അതായത് പരസ്യമായിട്ട് ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തെ അറുകൊല ചെയ്യാൻ ഞങ്ങളിതാ തയ്യാറാകുന്നു എന്ന മുദ്രാവാക്യം വിളിച്ച ദേശവിരുദ്ധരുമായിട്ടാണ്, തീവ്രവാദ ശക്തികളുമായിട്ടാണ് ഒരു ഭാഗത്ത് CPM-ഉം മറുഭാഗത്ത് കോൺഗ്രസും രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയത്. പക്ഷെ ജനങ്ങൾ NDA-യോടൊപ്പം അണിനിരക്കുമെന്ന് കണ്ടപ്പോൾ എല്ലാ മതവിഭാഗക്കാരും, അത് ഹൈന്ദവ സമൂഹത്തിലുള്ളവരായാലും ക്രൈസ്തവ സമൂഹത്തിലുള്ളവരായാലും അതുപോലെ സത്യം മനസ്സിലാക്കുന്ന മുസ്ലിം സഹോദരന്മാരും NDA-യുടെ പിന്നിൽ അണിനിരക്കുമെന്ന് കണ്ടപ്പോൾ ഇപ്പോൾ രണ്ടുപേരും പറയുന്നത് BJP-യെ ഒരു കാരണവശാലും ജയിപ്പിക്കാൻ അനുവദിക്കില്ല എന്നാണ്. ഗോവിന്ദൻ മാഷ് പറഞ്ഞു, 1-ാം സ്ഥാനത്ത് NDA വരാൻ പോകുന്നില്ല, 2-ാം സ്ഥാനത്ത് NDA വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. അത് മത്സരിച്ചുകൊണ്ട് VD സതീശൻ പറയുന്നു NDA ഒരിക്കലും 1-2 സ്ഥാനത്ത് വരാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ CPM-ഉം കോൺഗ്രസും BJP 1-ാം സ്ഥാനത്ത് വരാതിരിക്കാൻ എന്ത് കച്ചവടമാണ്, എന്ത് ഡീലാണ് നടത്തിയിട്ടുള്ളത് എന്ന് അവർ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇനി സാധാരണ BJP-യുടെ വിജയം ഇല്ലാതാക്കാൻ നാളിതുവരെ CPM കോൺഗ്രസിനും കോൺഗ്രസ് CPM-നും പരസ്പര സഹായ സഹകരണ സംഘമായിട്ട് വോട്ടുകൾ കൈമാറാറുണ്ട്. പക്ഷേ ഇത്തവണ അത് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഈ ഡീലുണ്ടല്ലോ, ആ ഡീല് ജനങ്ങൾ പരാജയപ്പെടുത്തും. ഞങ്ങൾ ചോദിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹമാണ് പറഞ്ഞത് ആദ്യം 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും ഉണ്ടാകില്ല എന്ന്. പ്രതിപക്ഷ നേതാവ് ഇന്ന് ആവർത്തിച്ചിരിക്കുന്നു. MM ഹസനും പറഞ്ഞിരിക്കുന്നു, VD സതീശനും പറഞ്ഞിരിക്കുന്നു, ഇതേപോലെ ഗോവിന്ദൻ മാഷും പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഒറ്റ ചോദ്യമായി ചോദിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം സംസ്ഥാനത്ത് വിജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനം രാജിവെക്കാൻ തയ്യാറാകുമോ? അതുപോലെ VD സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കാൻ തയ്യാറാകുമോ? ഇതിന് ഉത്തരം പറയാൻ അവർ തയ്യാറാകണം. അവരുടെ എന്തായാലും ഇവരുടെ അവിശുദ്ധ സഖ്യം ദേശീയ തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള IND സഖ്യം, IND മുന്നണി കേരളത്തിനും രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റം, രാഷ്ട്രീയ പരിവർത്തനം കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും ഉപേക്ഷിച്ച 2 രാഷ്ട്രീയ മാലിന്യങ്ങളാണ് CPM-ഉം കോൺഗ്രസും. ഈ 2 രാഷ്ട്രീയ മാലിന്യങ്ങളും ഡംപ് ചെയ്തിരിക്കുന്നത് ഈ കൊച്ചു കേരളത്തിലാണ്. ഈ രാഷ്ട്രീയ മാലിന്യങ്ങളിൽ നിന്നാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയെ ബാധിച്ച മാറാരോഗങ്ങൾക്കും മാരക രോഗങ്ങൾക്കും കാരണമായിട്ടുള്ളത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഒരു ശുദ്ധീകരണ രാഷ്ട്രീയത്തിന് ആരംഭം കുറിക്കും. ഈ 2 രാഷ്ട്രീയ മാലിന്യങ്ങളെയും മാറ്റിക്കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദിയുടെ വികസനത്തിൻ്റെ, ജനക്ഷേമത്തിൻ്റെ ഒരു നല്ലൊരു നാളെയുടെ ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഒരു പുതിയൊരു രാഷ്ട്രീയത്തിലേക്ക് കേരളം പ്രവേശിക്കും. അതായത് ദേശീയ തലത്തിലെന്ന പോലെ തന്നെ 400 സീറ്റിലധികം നേടിക്കൊണ്ട് നരേന്ദ്രമോദി 3ാമതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകും. കേരളത്തിൽ BJP NDA ശക്തി പ്രാപിക്കും. കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണമുണ്ടാകും. NDA ഒരു ഭാഗത്തും LDF-ഉം UDF-ഉം ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള IND സഖ്യം മറുഭാഗത്തുമുള്ള ഒരു പുതിയ രാഷ്ട്രീയത്തിന്, ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിന്
കേരളം വേദിയാകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു, ഇന്ത്യ മുഴുവൻ വികസിക്കുകയാണ്, ഇന്ത്യ മുഴുവൻ മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്ത് കേരളവും മുന്നോട്ട് പോകണം, നമുക്ക് വികസനമുണ്ടാകണം. അതേപോലെ തന്നെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ആത്മനിർഭരൻ കേരള, അത് പുതിയ ഭാരതം, ഒരു പുതിയ കേരളം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കണം. അത് മോദിയുടെ ഗ്യാരണ്ടിയിലൂടെ മാത്രമേ സാധിക്കൂ. ഭാരതം മുന്നോട്ട് പോകുമ്പോൾ അതിനോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതുകൊണ്ട് കേരളത്തിൻ്റെ മോചനം അത് നരേന്ദ്രമോദിയിലൂടെ മാത്രമേ സാധിക്കൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ വോട്ടർമാരോടും അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ശരിക്ക് തിരുവനന്തപുരത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്ത് അതിശക്തമായ ത്രികോണ മത്സരമാണെന്നാണ്. പക്ഷെ പരാജയ ഭീതി പൂണ്ട UDFും LDFും, പ്രത്യേകിച്ചും ശശി തരൂർ, അദ്ദേഹം കഴിഞ്ഞ 15 വർഷക്കാലം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വട്ടപൂജ്യമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് പരാജയ ഭീതി ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് അദ്ദേഹം പരാജയ ഭീതി കൊണ്ട് അദ്ദേഹം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണവുമായി മുന്നോട്ട് വന്നു. അദ്ദേഹം വ്യക്തിഹത്യ നടത്താൻ തയ്യാറായി. ഇലക്ഷൻ കമ്മീഷൻ ശശി തരൂരിനെ ശക്തമായി താക്കീത് നൽകി. കോടതിയെ സമീപിച്ചു. ചില മാരീജന്മാരെ വിട്ടുകൊണ്ട് കോടതിയും ഹൈക്കോടതിയും രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ടുള്ള പരാതി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇന്ന് ശശി തരൂർ ചോദിക്കുന്നത് 15 കൊല്ലം മുമ്പ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കണ്ടിട്ടുണ്ടോ എന്ന്. ഞങ്ങൾ തിരിച്ചു ചോദിക്കുക ശശി തരൂരിനോട്, ഈ 15 വർഷം കൊണ്ട് കേരളത്തെക്കുറിച്ച് എന്ത് ചുക്കും ചുണ്ണാമ്പുമാണ് ശശി തരൂരിന് അറിയാവുന്നത്? ശശി തരൂർ കേരളത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാമായിരുന്നോ? ഒന്നും അറിയില്ല. അതുകൊണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങളിപ്പോൾ കരുതുന്നത് ഒരു വിശ്വപൗരനെയല്ല തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ആവശ്യം. അവരെ 15 വർഷക്കാലത്തെ അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ജനപ്രതിനിധിയായി വേണ്ടത് വിശ്വപൗരനെയല്ല, വിശ്വസിക്കാവുന്ന ഒരു ജനപ്രതിനിധിയാണ്. വിശ്വസിക്കാവുന്ന ഒരു ജനപ്രതിനിധി NDAയുടെ രാജീവ് ചന്ദ്രശേഖറാണ്. അതുകൊണ്ട് ഈ തിരുവനന്തപുരത്തെ ജനങ്ങൾ 2 കൈയും നീട്ടി രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കാൻ തയ്യാറാകും എന്നുള്ളതാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. BJP അക്കൗണ്ട് തുറക്കാതിരിക്കാൻ CPIM കോൺഗ്രസ് തമ്മിൽ ധാരണയുണ്ട്. ഒരു പരാജയ ഭീതി ഉണ്ടോ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നതിന് മുമ്പേ BJPക്ക്? ഞങ്ങൾക്ക് ഒരു പരാജയ ഭീതിയില്ല. നിങ്ങളറിയോ, ഈ തെരഞ്ഞെടുപ്പിൽ 100% ആത്മവിശ്വാസത്തോടെ, വിജയവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന മുന്നണിയാണ് BJP നേതൃത്വം നൽകുന്ന NDA. ഞങ്ങൾ 400 സീറ്റിലധികം നേടിക്കൊണ്ട് 3ാമതും രാജ്യഭരണം നടത്താൻ പോവുകയാണ്. കോൺഗ്രസ്സിന് മുഖ്യ പ്രതിപക്ഷ കക്ഷിയാവാൻ സാധ്യമല്ല. മാത്രമല്ല IND സഖ്യത്തിലെ ഏറ്റവും വലിയ ഘടകകക്ഷിയുടെ നേതാവായിട്ട് മാറാൻ പോലും രാഹുൽ ഗാന്ധിക്ക് സാധ്യമല്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി പോലും മത്സരിക്കുന്നത് പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ടല്ല, പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടിയിട്ടല്ല, IND സഖ്യത്തിലെ ഏറ്റവും വലിയ ഘടകകക്ഷിയുടെ നേതാവാകാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ലോകസഭയിലേക്കുള്ള ഒരു പ്രവേശന പാസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി ഈ വയനാട് ചുരം കടന്ന് അവിടെ മത്സരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും CPM തമ്മിൽ എന്ത് ബന്ധമാണ്? അവരാകെ മത്സരിക്കുന്ന 60 സീറ്റെങ്ങനെ? അതുകൊണ്ട് അവരെ സംബന്ധിച്ച് BJPയും NDAയും ബഹുഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേറാനാണ് മത്സരിക്കുന്നത്. എന്നാൽ CPMും കോൺഗ്രസും അതിജീവനത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നത്, നിലനിൽപ്പിന് വേണ്ടിയാണ് മത്സരിക്കുന്നത്. അതായത് ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞത് ആവർത്തിക്കുന്നു, കേവലം 25% സീറ്റിന് വേണ്ടിയാണ് CPMും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള IND സഖ്യത്തിലെ ഘടകകക്ഷികൾ മത്സരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നിർണായക. കോൺഗ്രസ് അതിന് ദയനീയമായ പരാജയം ഏറ്റുവാങ്ങും. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചും ഗോവിന്ദൻ മാഷെ സംബന്ധിച്ച് അവരുടെ പാർട്ടിക്ക് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന കാര്യം സംശയമില്ല. CPMിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞതുപോലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ
CPM നേതാക്കന്മാർക്ക് ഒന്നുകിൽ ഈനാമ്പേച്ചിയോ അല്ലെങ്കിൽ മരപ്പട്ടിയോ ആയിരിക്കും തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ BJP എന്തിന് ഭയപ്പെടണം? 100% ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്, വിജയവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കേരളവും മോദിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും വരാനിരിക്കുന്നത് എന്ന അഭിപ്രായം ഞങ്ങൾക്കുള്ളത്. അവർ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ പുതിയ കേരളം സൃഷ്ടിക്കാൻ എല്ലാവരും NDAക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവർത്തിച്ച് അഭ്യർത്ഥിക്കുകയാണ്. പരസ്യപ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും LDF, UDF നേതാക്കളും പത്രസമ്മേളനങ്ങളിലും പൊതുയോഗങ്ങളിലും വേദികളിലും റാലികളിലും ഒക്കെ പറയുന്നത് കേരളത്തിൽ BJP അപ്രസക്തമാണ്, മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ് എന്നാണ്. അത് അവരുടെ ഒരു ആഗ്രഹം മാത്രമാണത്. ഇപ്പം BJP NDA അത് വളരെ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അതിൻ്റെ നേതാക്കന്മാരൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഗത്ഭന്മാരാണ് എന്ന രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തിയ CPM നേതാക്കന്മാരാണ്. കോൺഗ്രസും അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ അങ്ങനെ NDA അവർക്കിനി അവഗണിക്കാൻ സാധിക്കുമോ എന്നറിയില്ല. പക്ഷേ ഏതായാലും ജൂൺ 4 കഴിഞ്ഞിട്ട് പറയാൻ ഞങ്ങൾ ആ ജൂൺ 4 കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും NDA കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് എവിടെ നിൽക്കുന്നു എന്നുള്ളത്. മാത്രമല്ല ദേശീയ രാഷ്ട്രീയ രംഗത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസും CPM-ഉം എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതെ, അതിന് ഏറ്റവും വലിയ അതിൻ്റെ അപ്പം IND സഖ്യത്തിൻ്റെ IND സഖ്യം അകാലചരമം പ്രാപിച്ചു എന്നുള്ളതിലെ മനസ്സിലാക്കേണ്ടത്. IND സഖ്യത്തിലെ പ്രമുഖ ഘടകകക്ഷി കോൺഗ്രസ്, മറ്റൊരു ഘടകകക്ഷി CPM-ആണ്. അപ്പം രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാത്തത്? നിങ്ങൾ മോദി ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു, മോദി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു, അതുപോലെ എന്താ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാത്തത്? ഒരു കാര്യം കോൺഗ്രസിൻ്റെ നേതൃത്വം വ്യക്തമാക്കി, ഇത് രാഷ്ട്രീയ പകയോട് കൂടിയിട്ടല്ല ഈ മുഖ്യമന്ത്രിമാരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത്, അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പം രാഹുൽ ഗാന്ധി ചോദിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാം, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സോറനെ അറസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കുന്നത്? ഇപ്പം പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ മോദിയോട് ആവശ്യപ്പെടുകയാണ് രാഹുൽ ഗാന്ധി. മറിച്ച് CPM പറയുന്നത് രാഹുൽ ഗാന്ധിയെ നാഷണൽ ഹെറാൾഡ് കേസിൽ അറസ്റ്റ് ചെയ്യണമെന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ സഹോദരിയെ പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വധേരയെയും അറസ്റ്റ് ചെയ്യണമെന്നാണ്. ഒരു കാര്യം ഉറപ്പായി, ഈ IND സഖ്യത്തിലെ പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള കോൺഗ്രസ് CPM നേതാക്കന്മാർ ജയിലിനകത്ത് കിടക്കേണ്ടവരാണ് എന്നിപ്പം എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവർ അധികാരത്തിലേക്കല്ല പോകേണ്ടത്, മറിച്ച് അഴികൾക്കുള്ളിലേക്കാണ് പോകേണ്ടത് എന്ന് ഈ രണ്ട് പാർട്ടികളും ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഏതായാലും ഒരു കാര്യം ഞങ്ങൾ പറയുന്നത്, ഇതിനെ സംബന്ധിച്ച് ഈ തീവട്ടിക്കൊള്ള ആര് നടത്തിയാലും സ്വാഭാവികത അച്ഛനായാലും മകളായാലും മരുമകനായാലും അവർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, ഞാൻ പറഞ്ഞു, ഞങ്ങൾ NDA ഞങ്ങൾ വികസനം, ജനക്ഷേമം ഇതാണ് അവതരിപ്പിക്കുന്നത്. വിഷയദാരിദ്ര്യമുണ്ട് LDF-ലും UDF-ലും, പറയാനൊന്നുമില്ല. അതുകൊണ്ടാണ് വികസനത്തിന് പകരം വിഭാഗീയതയുടെ, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം അവർ പ്രചരിപ്പിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ പ്രീണന നയം സ്വാഭാവികമായിട്ട് മുസ്ലിം സമൂഹം മനസ്സിലാക്കാൻ തയ്യാറാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്. നമ്മുടെ 400 സീറ്റുകളോടുകൂടി മോദിജി മൂന്നാമതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുമ്പോൾ കേരളത്തിൽ നിന്നും ലോകസഭയിലേക്ക് അദ്ദേഹത്തെ അനുകൂലമായി കൈകോർക്കാനും NDAയുടെ പ്രതിനിധികൾ ഉണ്ടാകും എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ബാക്കി നമുക്ക് ജൂൺ 4 ശേഷം കാണാം. അല്ല, അതിന് ഞാൻ പ്രവചിക്കാൻ തയ്യാറല്ല. ഏതായാലും പ്രധാനമന്ത്രി പറഞ്ഞത് അവകാശവാദമല്ല,
അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട്, മലയാളികളോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. 2019 NDAയുടെ വോട്ടിംഗ് ശതമാനം 2 അക്കത്തിലേക്ക് ഉയർത്തിയ മലയാളികളും അദ്ദേഹം പറഞ്ഞു ഈ 2024 സീറ്റിൻ്റെ എണ്ണത്തിലും 2 അക്കത്തിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കാലികമായിട്ടുള്ള സാഹചര്യം, ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള പുതിയ രാഷ്ട്രീയം, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മോദിജിയുടെ അഭ്യർത്ഥന കേരളത്തിലെ ജനങ്ങൾ നെഞ്ചേറ്റും എന്നുള്ളതാണ്. As far as this survey is concerned, the reality check on the ground gives സർവേയിൽ എന്താ നമ്മുടെ അവസ്ഥ? ഒരു കാര്യമില്ല, അവന്മാര് തൂത്തുവാരുന്ന എല്ലാ സർവേയും. സാറാ, പ്രീപോൾ സർവേയുടെ റിസൾട്ട് അറിഞ്ഞിട്ട് വിളിക്കുന്നതായിരിക്കും. ഹലോ സാർ. സാർ, ഹാവ് യു സീൻ ദ പ്രീപോൾ സർവേ റിസൾട്ട്സ്? ഹോളിഡേ പോകുന്നവരെയല്ല, രാജ്യത്തിന് വേണ്ടി 24/7 പ്രവർത്തിക്കുന്നവരെ തിരഞ്ഞെടുക്കൂ. താമര ചിഹ്നത്തിൽ അമർത്തൂ, BJP യെ വിജയിപ്പിക്കൂ.